പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിനി പ്രത്യേകമായി ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഹല്ലേലൂയ. ഈശോയുടെ സഭയെക്കുറിച്ച് പറയുന്നത് എന്താണ്? എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. സഭ എൻ്റെ സഭയാണ്, കർത്താവിൻ്റെ സഭയാണ്. അത് വികാരിയച്ഛൻ്റെയോ അത് ബിഷപ്പിൻ്റെയോ മാർപ്പാപ്പയുടെയോ സഭയാണ് നമ്മൾ വിചാരിക്കരുത്. കർത്താവ് പറയാണ്, എൻ്റെ സഭ ഞാൻ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. അപ്പൊ നമ്മൾ സഭയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ വികാരിച്ചനല്ല ഉപേക്ഷിക്കുന്നത്, സഭയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ബിഷപ്പിനെ അല്ല ഉപേക്ഷിക്കുന്നത്, സഭയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ മാർപ്പാപ്പനെ അല്ല ഉപേക്ഷിക്കുന്നത്. സഭയെ ഉപേക്ഷിക്കുമ്പോൾ യേശുവിനെയാണ് ഞാനും നിങ്ങളും ഉപേക്ഷിച്ച് പോണത്. സഭ ഒരു പ്രദേശത്ത് ക്രമീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ നമ്മുടെ കഴിവും ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാതിരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ ഉപേക്ഷിച്ച് പോകുന്നതിന് തുല്യമാണ്. പക്ഷേ ഈശോ ഒരു വളരെ വ്യക്തമായ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോ പഠിപ്പിച്ചിങ്ങനെയാണ്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഒരു ഡിറ്റർമിനേഷൻ അവിടെയുണ്ട്. ആ ഡിറ്റർമിനേഷൻ ഇതാണ്, നിങ്ങൾ ഉണ്ടെങ്കിലും ശരി നിങ്ങൾ ഇല്ലെങ്കിലും ശരി, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഈശോ ഒരു ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈശോയുടെ കൂടെ വർക്ക് ചെയ്താൽ ഈശോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യും. അപ്പം നിങ്ങളുടെ കൂടെ ഈശോ ഉണ്ടാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സമയം നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് വേണ്ടി ഡിസിഷൻ എടുത്തിട്ടുള്ളത് പോലെ തന്നെ അടുത്തൊരു ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ ഇതാണ്, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ഒരു തീരുമാനം എടുക്കണം. സ്ലീഹന്മാർ കർത്താവ് ആഗ്രഹിച്ചതുപോലെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി നാനാഭാഗങ്ങളിലേക്ക് പോയി. അപ്പോൾ ഈശോയും അവരുടെ കൂടെ നടന്നു. നമ്മൾ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാതെ ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോയെന്ന് വിചാരിക്കുക. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോകുമ്പോൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നവരായി മാറുകയാണ് ചെയ്യുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം കർത്താവ് പറയുകയാണ്, നീ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. നിന്റെ ദീപം, നിന്റെ കാൻഡിൽ സ്റ്റിക്ക് ഞാൻ എടുത്തു മാറ്റും എന്നാണ് പറയുന്നത്. നിന്റെ ദീപപീഠം ഞാൻ വന്ന് നീക്കിക്കളയും. നമ്മൾ ധ്യാനം കൂടി തിരിച്ചുപോയി നമ്മൾ കർത്താവിൻ്റെ സഭയെ കുറിച്ച് യാതൊന്നും ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ ദൈവരാജ്യ സംബന്ധമായ എല്ലാ ബന്ധങ്ങളും കർത്താവ് അങ്ങ് എടുത്തു മാറ്റും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയും. ഈശോ പറയുകയാണ്,
ഈശോ മുന്തിരിച്ചെടിയും നമ്മളെല്ലാവരും ആ മുന്തിരിച്ചെടിയിലെ ശാഖകളും ആണ്. എല്ലാ കാലത്തും ഈ ശാഖ അവിടെ സുഖമായിട്ട് നിൽക്കുമെന്ന് വിചാരിക്കരുത്. സ്വർഗസ്ഥനായ പിതാവ് കൃഷിക്കാരനാണ്. സ്വർഗസ്ഥനായ പിതാവ് വന്ന് ഓരോ ശാഖയെയും നോക്കും. ഓരോ ശാഖയെയും സ്വർഗസ്ഥനായ പിതാവ് നോക്കും. ഞാൻ നിങ്ങൾ എല്ലാവരും ഈ മരത്തിൽ ഓരോ ശാഖകളാണ്, മുന്തിരിച്ചെടിയിലെ ശാഖകളാണ്. ഈ ശാഖകളിൽ വന്ന് നോക്കുമ്പോൾ ഫലം തരാത്ത ശാഖകളുമുണ്ട്, ഫലം തരുന്ന ശാഖകളുമുണ്ട്. ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ശാഖകളുണ്ട്, ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ വെറുതെ നിൽക്കുന്ന ശാഖകളുണ്ട്. എല്ലാ ശാഖയും നോക്കിയിട്ട് സ്വർഗസ്ഥനായ പിതാവ് ഫലം പുറപ്പെടുവിക്കാത്ത ശാഖ മുറിച്ചു മാറ്റും. അതിന്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിൽ നിന്ന് വെട്ടി മാറ്റും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അച്ഛൻ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന്റെ സമയത്ത് അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളിൽ വളരെയധികം ആളുകൾ അവരുടെ ഉള്ളിലെടുക്കുന്ന തീരുമാനം എന്താണെന്നറിയാവോ? അവരുടെ ഉള്ളിലെടുക്കുന്ന തീരുമാനം എങ്ങനെയാണ്? ഇനി തിരിച്ചു പോയി ഒരു നല്ല ജീവിതം നയിക്കുക, ഇനി തിരിച്ചു പോയി ഒരു നല്ല ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നവർ ഞാൻ മദ്യപിക്കാതെ ആ പൈസ എല്ലാം കൂട്ടിവെച്ച് പിള്ളേരുടെ കല്യാണമൊക്കെ നടത്തി കുടുംബത്തിന്റെ ഉത്തരവാദിത്തമൊക്കെ നോക്കി നല്ല ഒരു കുടുംബനാഥനായി ജീവിക്കുക. പ്രാർത്ഥിക്കാത്തവർ ഇനി ശരിക്കും എല്ലാ ദിവസവും മുട്ടുമ്പോൾ എന്ന് പ്രാർത്ഥിച്ച് നല്ല വിശുദ്ധ ജീവിതം നയിക്കുക. അങ്ങനെയാണ് പല ആളുകളുടെയും ചിന്ത ഇരിക്കുന്നത്. പക്ഷേ അതല്ല ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം. ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് തിരിച്ചുപോയി ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം. എസെക്കിയേലിന്റെ പുസ്തകം 33-ാം അധ്യായം 6 തൊട്ട് 9 വരെ. വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവന്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ആളുകൾ പാപം ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ പാപം ചെയ്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരും സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞവരുമായി നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ അവരോട് സ്വർഗത്തെക്കുറിച്ച് പറയാത്തത് നിമിത്തം അവർക്ക് മുന്നറിയിപ്പ് കിട്ടാതെ ലോത്ത് ചെന്ന് മക്കൾക്ക് ചുറ്റുവട്ടത്തുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. നോഹ അടുത്തുള്ളവരോട് പറഞ്ഞു. അതുപോലെ മുന്നറിയിപ്പ് നിങ്ങൾ കൊടുക്കാത്തത് നിമിത്തം ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പാപത്തിൽ മരിച്ചാൽ, അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തന്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക, തന്റെ പാപത്തിലായിരിക്കും മരിക്കുന്നത്. എന്നാൽ അവന്റെ പാപത്തിന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. അവന്റെ പാപത്തിന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ഓരോ മകനും ഓരോ മകളും ദൈവരാജ്യ വേല ചെയ്യാൻ കടപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ ജീവിതത്തിനുള്ള വിളി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിളിയാണ് കർത്താവിന്റെ സഭ പണിതുയർത്താനുള്ള വിളി, ദൈവരാജ്യ വേലയ്ക്കുള്ള വിളി, നമുക്ക് ചുറ്റുമുള്ള ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള വിളി. അടുത്ത വാക്യം വായിച്ചു നോക്കിയേ. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എന്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തന്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. ദുഷ്ടനോട്,
തന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തന്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. ദൈവരാജ്യ വേല ചെയ്യാതിരിക്കുന്നവർ സൂക്ഷിക്കണം. ഫലം പുറപ്പെടുവിക്കാത്ത ശാഖയാണ് സ്വർഗസ്ഥനായ പിതാവ് വെട്ടി തീയിലെറിയുന്നത്. ഞാനും നിങ്ങളും അങ്ങനെ പറയാതിരുന്നാൽ അവർക്ക് മുന്നറിയിപ്പ് കിട്ടാതിരിക്കുകയും അവർ തങ്ങളുടെ അകൃത്യങ്ങളിൽ മരിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ അകൃത്യങ്ങൾ അവർ മരിച്ചാൽ അവരുടെ പാപത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് അറിവുള്ള എത്ര പേര് പാപത്തിൽ മരിച്ചിട്ടുണ്ട്. അവരുടെ പാപത്തിന് നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ അവരോട് പോയി സംസാരിച്ചില്ല, നമ്മൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തില്ല, നമ്മൾ അവരോട് പറഞ്ഞില്ല, നീ ഇങ്ങനെ പോയാൽ നീ നരകത്തിൽ പോകും, നീ ഇങ്ങനെ പോയാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെടും, നീ ഇങ്ങനെ പോയാൽ നിന്റെ ആത്മാവ് നിത്യനാശത്തിലേക്കാണ് പോണത് എന്നൊരു വാക്ക് അവരോട് പറയാൻ നമ്മൾ കൂട്ടാക്കിയില്ല. നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ച് ദൈവരാജ്യ വേല ചെയ്യാതിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ദൈവരാജ്യ വേല ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ചുറ്റിലും മരിക്കുന്ന എല്ലാ പാപികളുടെയും പാപത്തിന്റെ കണക്ക് ഉത്തരിപ്പ് കടം നമ്മുടെ ആത്മാവിന്റെ മേൽ കൂടി 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 വരും. അങ്ങനെ നമ്മുടെ ആത്മാവിന്റെ മേൽ കൂടി കൂടി വരുമ്പം പിന്നെ നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്താലും ശുശ്രൂഷ ഫലവത്താകില്ല. കാരണം വെട്ടിമുറിച്ച് മാറ്റാനുള്ള തീയിലേക്കിടാനുള്ള ശാഖ പോലെയാണ് പിന്നെ നമ്മുടെ ജീവിതം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കഴിയുമ്പോൾ പിന്നെ ദൈവത്തിന് അത്രയും സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് കുടുംബനാഥന്മാരാണെങ്കിലും യുവതീവാക്കന്മാരാണെങ്കിലും വൈദികരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എന്ത് കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം നന്നാകണമെന്ന് വിചാരിച്ചോ, നിങ്ങൾ ലോകത്തിലുള്ള പാപികളുടെ മാനസാന്തരത്തിന് അധ്വാനിക്കുക. ഇടവകയിലെ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാണെന്ന് വിചാരിച്ചു, നിങ്ങൾ ആദ്യം തന്നെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക, ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. സിസ്റ്റേഴ്സിന്റെ ഓരോ പ്രത്യേക നിയോഗങ്ങളുടെ മേൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കുക. അപ്പൊ ദൈവം കൂടെ നിന്ന് അത്ഭുതകരമായി ബാക്കി എല്ലാവരും രക്ഷിക്കും. അല്ലെങ്കിൽ പിതാവായ ദൈവം എന്ന് ഓരോ ശാഖയും നോക്കും, ഫലം പുറപ്പെടുവിക്കാത്ത ശാഖ വെട്ടിത്തീയിലെറിയപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കൂടെ ദൈവം നടന്ന് 24 മണിക്കൂറും ദൈവം കൂടെ നിന്ന് നിങ്ങളുടെ സകല പ്രവൃത്തികളും ഫലപ്രദമാകാൻ, ഇത് നിങ്ങളുടെ ആധ്യാത്മിക കൺവെൻഷൻ മാത്രമല്ല, ആധ്യാത്മിക ശുശ്രൂഷ മാത്രമല്ല, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സകല പ്രവർത്തികളിലും നിങ്ങൾ അഭിവൃദ്ധിയും അനുഗ്രഹവും ഉയർച്ചയും പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം, നിങ്ങളുടെ കർത്താവിന്റെ സഭയെ പണിതുയർത്തുക. നിങ്ങളുടെ ചുറ്റുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കുക. അവരെ നിങ്ങൾ പോയി മീറ്റ് ചെയ്യണം, അവരോട് സംസാരിക്കണം, അവരോട് പറയണം കുർബാനയ്ക്ക് പോകണം, കുമ്പസാരിക്കണം. ഹഗായിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങൾ. നിങ്ങൾ ഏറെ തേടി ലഭിച്ചത് അല്പം മാത്രം, നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതി പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തന്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എന്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ് പെയ്യിക്കുന്നില്ല, ഭൂമി നിങ്ങൾക്ക് വേണ്ടി വിളവ് നൽകുന്നുമില്ല. ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും ദൈവം നമുക്ക് നൽകിയ 2 അനുഗ്രഹങ്ങളാണ്. ഇവിടെ അതിന് പകരം നമ്മുടെ കൃഷിയോ നമ്മുടെ ബിസിനസ്സോ നമ്മുടെ ഫാക്ടറിയോ നമ്മുടെ തൊഴിൽ മേഖലയായിരിക്കാം, നഴ്സിംഗ് മണ്ഡലമോ എന്തെങ്കിലും ആയിരിക്കാം. ആകാശം മഞ്ഞ് പെയ്യിക്കുന്നില്ല, ഭൂമി വിളവ് നൽകുന്നുമില്ല. തലയ്ക്ക് മുകളിൽ ആകാശം ഈയക്കട്ടിയും കാലിന് താഴെ ഭൂമി പിത്തളക്കട്ടിയുമായി മാറും. എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഗ്രഹമായി വെച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ് ആകാശവും ഭൂമിയും. ആ 2 അനുഗ്രഹങ്ങളും നമുക്ക് ഉപകാരപ്പെടാതെ പോകും.
ഇതുപോലെ നമുക്ക് അനുഗ്രഹങ്ങൾ പലതും പറ്റുന്നുണ്ട്. നമ്മുടെ ശരീരം ഒരു അനുഗ്രഹമാണ്, നമ്മുടെ കുടുംബം ഒരു അനുഗ്രഹമാണ്, നമ്മുടെ ജീവിത പങ്കാളി ഒരു അനുഗ്രഹമാണ്, നമ്മുടെ മക്കൾ ഒരു അനുഗ്രഹമാണ്. നമുക്ക് അനുഗ്രഹമായി വെച്ചിരിക്കുന്ന സാധനം നമുക്ക് അനുഗ്രഹം ആകാതെ പോകും. നിങ്ങളുടെ കർത്താവിന്റെ ആലയത്തിന്റെ സ്ഥിതി ഇപ്പൊ എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ കർത്താവിന്റെ ആലയത്തിന്റെ കല്ലുകൾ ഇപ്പൊ എവിടെ കിടക്കുന്നത്? എത്രയോ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ പട്ടണങ്ങളിലും ആത്മാവിന്റെ നിത്യജീവൻ നഷ്ടപ്പെട്ട് അന്ധകാരത്തിലും വേദനയിലും കഴിയുന്നു. എത്രയോ ആത്മാക്കൾ നിത്യജീവൻ നഷ്ടപ്പെട്ട് അന്ധകാരത്തിൽ ഉഴലുന്നു. നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ല. നമ്മൾ അവനവന്റെ സുരക്ഷിതത്വം മാത്രം നോക്കി പോവുകയാണ്. ഫ്രാൻസിസ് അസീസി ഒരു ദിവസം ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ഒരു രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹം മാർഗമധ്യേ അദ്ദേഹം ഒരു സ്വരം കേട്ടു, ഫ്രാൻസിസ് ഫ്രാൻസിസ്, യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ ഏതാണ് ഉചിതം? ഫ്രാൻസിസ് അസീസിക്ക് എന്ന് മനസ്സിലായില്ല. അദ്ദേഹം പോർസിംഗുള്ള ദേവാലയത്തിൽ പോയിരുന്ന് ഈ കേട്ട സ്വരത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുരിശുരൂപം വേർത്ത് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കുരിശുരൂപം എങ്ങനെയാണ് പറഞ്ഞത്? ആ കുരിശുരൂപം സംസാരിക്കാൻ തുടങ്ങി. ഫ്രാൻസിസ് അത് ശ്രദ്ധിച്ചു. ആ കുരിശുരൂപം ഫ്രാൻസിസിനോട് സംസാരിച്ച് ഇങ്ങനെയാണ്, ഫ്രാൻസിസ് ഫ്രാൻസിസ്, go and rebuild my church. കർത്താവ് ഫ്രാൻസിസിനോട് പറയാണ്, നീ എന്റെ പള്ളി പണിയുക. ഇത് ഫ്രാൻസിസ് അസീസിക്ക് മാത്രമല്ല, every Christian is duty bound to proclaim the gospel. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ എല്ലാ വിശ്വാസികളും ദൈവസന്നിധാനത്തിൽ കടപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് നമ്മൾ വഴി അനേകം ആത്മാക്കൾ രക്ഷപ്പെടാനുണ്ട്. ആ ആത്മാക്കൾ രക്ഷപ്പെടാൻ വേണ്ടി കൂടെയാണ് ദൈവം നമ്മളെ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നിടത്ത് ആക്കിയിരിക്കുന്നത്. എന്നെ ഒരു വൈദികനാക്കിയിരിക്കുന്നത്, ഓരോരുത്തരെ ഓരോ സ്ഥാനത്ത് ദൈവം ആക്കിയിരിക്കുന്നത് അവർ വഴി രക്ഷപ്പെടേണ്ട അത്രയോ ആത്മാക്കൾ രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ അത്യുദ്ധാനം ദൈവസന്നിധിയിൽ അർപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ അത്യുദ്ധാനം ചെയ്യുന്നില്ലെങ്കിൽ ദൈവ സന്നിധിയിൽ നമ്മുടെ ധർമ്മം നിർവഹിക്കപ്പെട്ടതായി കാണുകയില്ല. ദൈവസന്നിധിയിൽ നാം കുറ്റക്കാരായി തീരും. ഈ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ എല്ലാം കണക്ക് നിങ്ങൾ ഉത്തരിപ്പ് കടം വഹിക്കുന്നവരായി മാറും. അങ്ങനെ ഉത്തരിപ്പ് കടം വഹിക്കുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ അനേകം കുടുംബങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള തകർച്ചകൾ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഉണ്ടായാലും സമാധാനം കിട്ടിയല്ല, എന്തൊക്കെ ഉണ്ടായാലും സ്വസ്ഥത ഉണ്ടായാല, എന്തൊക്കെ ഉണ്ടായാലും പ്രാർത്ഥിക്കാൻ പറ്റാതെയാണ്. കാരണം കർത്താവ് ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, അതിനാൽ നിങ്ങളായിരിക്കും ആദ്യം നശിക്കുക. അത് ആമോസ് പ്രവാചകന്റെ ഗ്രന്ഥത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വസ്ഥതയും നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെല്ലാം ശരിയാക്കി, ബിൽഡിംഗ് വെച്ചു, സംഗതി വെച്ചു, എല്ലാം ശരിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ നിങ്ങളുടെ ആത്മാവായിരിക്കും ആദ്യം നശിക്കുക. നിങ്ങളായിരിക്കും ആദ്യം പ്രവാസത്തിലേക്ക് വന്ന് അടിമത്തത്തിലേക്ക് പോകുന്നത്. നിങ്ങളായിരിക്കും ആദ്യം അടിമത്തത്തിലേക്ക് പോവുക. ഇത് നമ്മൾ വായിക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ്. സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരിയാഗിരിയിൽ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം. ഇതിനകത്ത് ഒത്തിരി കഴിവുള്ളവരും ഒത്തിരി മിടുക്കുള്ളവരും കേൾക്കുക, നിങ്ങൾക്ക് ദുരിതം. കാരണം എന്താ? നിങ്ങളുടെ കഴിവനുസരിച്ച്, നിങ്ങളുടെ മിടുക്കനുസരിച്ച്, നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജോലി നിർവഹിക്കപ്പെട്ടതായി കാണുന്നില്ല. നിങ്ങൾ വഴി രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ നിങ്ങൾ മനസ്സ് വെച്ചാൽ ഒരുപാട് പേരോട് സംസാരിക്കാമായിരുന്നു. സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമരിയാഗിരിയിൽ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ കാൽനയിൽ ചെന്ന് നോക്കുവിൻ, അവിടെ നിന്ന് മഹത്തായ ഹമാത്തിലേക്കും ഫിലിസ്ത്യരുടെ ഗത്തിലേക്കും ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടവയോ, അതോ അവരുടെ ദേശം നിങ്ങളുടേതിനേക്കാൾ വിശാലമോ? ആപത്ത് ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അക്രമത്തിന്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ദന്തനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം.
വീണനാദത്തോടൊത്ത് അവർ വ്യർത്ഥഗീതങ്ങൾ ആലപിക്കുന്നു. ദാവീദിനെ പോലെ അവർ പുതിയ പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു. ചഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിന്റെ നാശം ഗണ്യമാക്കുന്നില്ല. അവർ ഭക്ഷണം കഴിക്കുന്നതോ കിടക്കുന്നതോ അല്ല വിഷയം. ഇതെല്ലാം ദൈവം അവർക്ക് കൊടുത്തത്, ഈ ആരോഗ്യം, ഈ വണ്ടി, ഈ ഫോൺ, ഈ ബുദ്ധി, ഈ കഴിവ്, ഈ ചെവി, ഈ കണ്ണല്ല ദൈവം കൊടുത്തത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി കൂടിയിട്ടാണ്. അത് മാത്രമല്ല, ബാക്കി എല്ലാം ഉണ്ട്. അവർ ജോസഫിന്റെ നാശം ഗണ്യമാക്കുന്നില്ല. ജോസഫ് ആരാണ്? ജോസഫ് ദ പുവർ ഓഫ് യാഹ്വേ, ദൈവത്തിന്റെ ദുർബലരായ ആളുകൾ എന്ന് പറഞ്ഞ ഒരാൾ മദ്യപിക്കുകയാണെങ്കിൽ അദ്ദേഹം ആ ദൈവത്തിന്റെ സന്നിധിയിൽ ദുർബലനായ ഒരു മനുഷ്യനാണ്. ഓരോ ഭാവത്തിരിക്കുന്ന ആത്മാക്കള് they are not at all bothered about the perishing souls. അവർ ജോസഫിന്റെ നാശം ഗണ്യമാക്കുന്നില്ല. അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളാകുക. അതിനാൽ അവരെ ആയിരിക്കും ആദ്യം നരകത്തിന്റെ അടിത്തട്ടി കൊണ്ടിട്ട് എന്തെങ്കിലും നാശം, വേദന അനുഭവിക്കണമെങ്കിൽ അവരായിരിക്കും ആദ്യം വേദന അനുഭവിക്കാൻ പോണത്. ഈ നാട്ടിൽ എത്ര ആത്മാക്കൾ നശിച്ചാലും ഒരു വിഷമവും ഇല്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്നവർ. കുറെ പേര്, എല്ലാവരും അന്ന് പറയുന്നില്ല, ഒരു വിഷമം തോന്നാത്തവർ ഇവിടെ ഇരിക്കുന്നു. എത്ര ആത്മാക്കളും നശിച്ചോട്ടെ, അത് ബാധിക്കുന്ന വിഷയമല്ല. ചിന്തിച്ചു നോക്കണം, ഇത് എന്നെ കുറിച്ച് ബാധകമാണോ? യേശുവാകുന്ന മുന്തിരിച്ചെടിയിൽ നിന്ന് വെട്ടിക്കളയാനുള്ള ശാഖയാണെന്ന് ഓർത്തോ. സ്വർഗസ്നായ പിതാവ് വന്ന് വെട്ടി മാറ്റേണ്ട ശാഖയാണെന്ന് ഓർത്താൽ മതി. ഈശോ തന്നെയാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ പഠിപ്പിക്കുന്ന കാര്യമൊന്നും ചിന്തിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയേ. ഈശോ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം പുറപ്പെടുവിക്കാത്തതിനെ എൻ്റെ പിതാവ് വന്ന് നീക്കിക്കളയും. ചെറിയൊരു കാര്യമായിരിക്കും, അതിലൂടെ ദൈവം വളരെ വലിയൊരു സുവിശേഷത്തിന്റെ വാതിൽ അങ്ങോട്ട് തുറക്കും. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതിനേക്കാൾ അനേക മടങ്ങായ വിധത്തിൽ ദൈവരാജ്യത്തിന്റെ ഉണർവ് ദേശത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. പക്ഷേ അലസത നിമിത്തം നമ്മൾ ചെയ്തില്ല. ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, കർത്താവിന്റെ നാമത്തിൽ ആളുകൾ ഉണരുമായിരുന്നു. അലസത നിമിത്തം നമ്മൾ ചെയ്തില്ല. ഈ ധ്യാനത്തിൽ വെച്ച് കർത്താവ് വിളിക്കാൻ എഴുന്നേറ്റ് നിൽക്കാം. ആത്മാർത്ഥം ചിന്തിച്ചു നോക്കിയേ, ഇത്രയും കാലം ഭൂമിക്ക് മുകളിൽ ജീവിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്? എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഞാൻ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെന്നെ സ്വർഗത്തിൽ എത്തിക്കുവോ? ഞാൻ വഴി രക്ഷ പ്രാപിക്കുന്ന അനേക ആത്മാക്കൾ നരകത്തിൽ കിടക്കുമ്പോ ഞാനും എന്റെ മക്കള് സ്വർഗത്തിൽ കയറുമെന്നാണ് വിചാരിക്കുന്നത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 19-20 തിരുലിഖിതങ്ങൾ. എന്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും എന്നാൽ അവനെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. തന്റെ നിരവധിയായ പാപങ്ങൾ, മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്, തുടച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് മാറി ആ കുടുംബത്തിൽ വേറൊരു അന്തരീക്ഷം ഉണ്ടാവും. പാപത്തിന്റെ ആധിപത്യം മാറി ആ ആത്മാവിൽ മറ്റൊരു അന്തരീക്ഷം ഉണ്ടാവും. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും പോയി പ്രവർത്തിക്കണം. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ആ ദേശത്ത് അനേകം ആത്മാക്കളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരാനുള്ള നവജീവന്റെ ശുശ്രൂഷകരായി മാറണം. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും, യുവതി യുവാക്കന്മാർക്ക് ചെയ്യാൻ പറ്റും, മുതിർന്നവർക്ക് ചെയ്യാൻ പറ്റും, സകലർക്കും ചെയ്യാൻ പറ്റും. തുടർന്ന് ഈ ആരാധനയുടെ സമയത്ത് നമ്മളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഒരു അനുഗ്രഹം ചോദിക്കും. ദൈവമേ, എൻ്റെ സനതായ വഴിയിൽ, എനിക്കങ്ങ് നൽകിയ സ്വതസിദ്ധമായ വഴിയിൽ എൻ്റെ ജീവിതകാലത്ത് ഞാൻ സംസാരിക്കേണ്ട ആത്മാക്കളോടെല്ലാം സംസാരിക്കാൻ, ഞാൻ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തേണ്ട ആത്മാക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം എൻ്റെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കണമേ. ആത്മാക്കളുടെ നിത്യജീവന് വേണ്ടി അധ്വാനിക്കാൻ ഒരു ദാഹം എൻ്റെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കണമേ. സഭയെ പടുത്തുയർത്താൻ വേണ്ടിയുള്ള ദാഹം എൻ്റെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കണമേ. ഉറക്കെ സ്തുതിക്കുന്നു. മക്കളെ അവരുടെ നാമത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നു.
ഈ സമൂഹത്തിന് ധാരാളം ദൈവരാജ്യ വേലക്കാരുണ്ടാകട്ടെ. കർത്താവായ ഈശോയ ഭവനങ്ങളിൽ പോയി കുമ്പസാരവും കുർബാനയില്ലാത്ത ആത്മാക്കളെ കണ്ട് സംസാരിച്ച് ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന മക്കളുണ്ടാകട്ടെ. ഹോം മിഷൻ ചെയ്യുന്നവരുണ്ടാകട്ടെ. യുവതീവാക്കന്മാർക്ക് വേണ്ടി കോമ്പൗണ്ടുകളിൽ പോയി ക്യാമ്പസുകളിൽ പോയി പ്രവർത്തിക്കുന്നവരുണ്ടാകട്ടെ. സ്കൂളുകളിൽ ശുശ്രൂഷകരുണ്ടാകട്ടെ. രാജ്യത്തിന് ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ. മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരെ ഉയർപ്പിക്കണമേ. വിദ്യാർത്ഥിനികൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഉയർപ്പിക്കണമേ. ദൈവമേ, ഈ ദേശത്തിന്റെ മാനസാന്തരത്തിന് അധ്വാനിക്കുന്ന അപ്പസ്തലന്മാരെ ഉയർപ്പിക്കണമേ. നല്ല ദൈവവിളികൾ നൽകണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകമെമ്പാടുമുള്ള കർത്താവിന് സഭയോട് ചേർന്ന് സ്വർഗവാസികളോട് വിശുദ്ധരോട് ചേർന്ന് ഈ സമയം നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Glory 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 glory. ജനതകളകിലം ഉണരട്ടെ. Yes Lord. യേശുവിനായി അണിചേരട്ടെ. Yes Lord. ക്രിസ്തുവിൻ സഭയുടെ ഉപ്പായി മാറാൻ ആത്മാവിനാൽ ഉറക്കൂട്ടണമേ. ജനതകളകിലം ഉണരട്ടെ. യേശുവിനായി അണിചേരട്ടെ. ക്രിസ്തുവിൻ സഭയുടെ ഉപ്പായി മാറാൻ ആത്മാവിനാൽ ഉറക്കൂട്ടണമേ. ആത്മാവേ അഗ്നിയിറക്കണമേ. വചനത്തിൽ തീക്കണലാ വീണ്ടും ജ്വലിപ്പിക്കണേ. എല്ലാവരും കൈകളടിച്ച് അഗ്നിയിറക്കണമേ. വചനത്തിൽ തീക്കണലാ വീണ്ടും ജ്വലിപ്പിക്കണേ. വളരെ വലിയ അഭിഷേകങ്ങൾ ഇന്നിപ്പോൾ കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുകയാണ്. മകനെ, മകളെ, ഒരായുസ് മുഴുവൻ ദൈവത്തെ നഷ്ടപ്പെട്ട വേദനയോടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സമൂഹത്തോട് ചേരുക, കൈയടിച്ച് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുന്നു. ആദിമസഭയിൽ നിറഞ്ഞതുപോ സഭയിൽ നിറയണമേ. ശിലാഹൃദയങ്ങൾ നീക്കണമേ. മാംസള ഹൃദയങ്ങൾ നൽകണമേ. കൈ ഉയർത്തി കൈയടിച്ച് ആത്മാവേ അഗ്നിയിറക്കണമേ. വചനത്തിൽ തീക്കണലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ഈ സമയം രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉച്ചത്തിൽ സ്തുതിക്കുക. പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കും. കുടുംബങ്ങളിൽ തളർന്നിരിക്കുന്നവർ, അനേക നാളുകളെ പാപബന്ധനങ്ങളിൽ ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവർ, വലിയ തരത്തിൽ അന്ധകാര സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ, ചീത്ത കൂട്ടുകെട്ടുകൾ മുഴുകി പ്രാർത്ഥിക്കാൻ പറ്റാതെ നിർജീവമായ അവസ്ഥയിലായിരിക്കുന്നവർ ഇപ്പോൾ കരങ്ങൾ ഉയർത്തുക, ഈശോയിലേക്ക് നോക്കുക. മക്കളെ, നിത്യജീവന്റെ കർത്താവിനെ ഇപ്പോൾ ഉച്ചത്തിൽ വിളിക്കുന്നു. ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാൻ എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും